ഇതേ ഈ ആഗോള ഭീമനാകാനായിട്ടുള്ള അമേരിക്കയുടെ ശ്രമം എന്ന് പറയുന്നത് ഇന്നും ഒന്നില്ലെങ്കിൽ തുടങ്ങിയതല്ല, അല്ലേ? എവിടെയും ഈ ചില കൊച്ചുകുട്ടികൾ ഞാൻ തന്നെ ഫസ്റ്റ് എന്ന് അത് ചൈൽഡിഷ് ആകുമ്പോൾ ഉള്ളതാണ്. പിന്നെ നമ്മൾ വലുതാകുമ്പോഴും അത് മാറും. അത് നമ്മളെ കരുത്തിലാണ് നമ്മൾ തെളിയിക്കുന്നത് പല കാര്യങ്ങളിലും. ഇപ്പം അമേരിക്കയെ സംബന്ധിച്ച് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ എന്നും തങ്ങൾ മുന്നിലേക്ക് വരണം എന്നുള്ള അവരുടെ ഉള്ളിലൊരു ആഗ്രഹം, അതിന് പറ്റിയൊരു പ്രസിഡന്റും കൂടെ, അല്ലെ? ഇപ്പൊ വന്നിരിക്കുന്ന പ്രസിഡന്റ്. അപ്പോഴേ ഇങ്ങനെ വരുമ്പോൾ ഒരാളെ അങ്ങനെ ചുമ്മാ പൊക്കി വിടാനായിട്ട് വേറെ രാജ്യങ്ങൾ അങ്ങ് എതിരാളികൾ ഇതിനെന്തായാലും ഉണ്ടാവും. ആരിപ്പം ഒരു ലോകപ്പം നമ്മൾ 100 മീറ്റർ ഓട്ടക്കാരൻ വേണമല്ലോ, ഒരു 100 മീറ്റർ ഓട്ടക്കാരൻ നമ്മുടെയൊക്കെ ഓർമ്മയിൽ ഒരുപാട് ഓട്ടക്കാരുണ്ട്. അപ്പൊ ഒരു എതിരാളി ഉണ്ടെങ്കിലേ അത് വരത്തുള്ളൂ. അതെ. അപ്പൊ ഇപ്പോ അമേരിക്കക്കെതിരെ ഒരു ചില ആൾക്കാർ തന്നെ ഒരുമിച്ച് മറ്റൊരു ടൈപ്പ് ആയിട്ട്, ഒറ്റയ്ക്ക് പറ്റിയില്ലെങ്കിൽ കൂട്ടമായിട്ട് ചേർന്നാണ് ആക്രമിക്കാൻ പറ്റുക. അതെ, അങ്ങനെ ഒരു ടൈപ്പ് വരുന്നുണ്ട്. അത് കുറച്ച് കാലമായിട്ട് അത് ഇൻഡയറക്ട്ലി എന്ന് പറയുന്ന പോലെ അതിങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ കൊണ്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയും ഇന്ത്യയും റഷ്യയും ചൈനയൊക്കെ കൂടെ ചേർന്ന് ഒരു അച്ചുതണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ ഒരു അച്ചുതണ്ടിലേക്ക് അധികം ശ്രദ്ധ ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ ട്രംപ് വന്നപ്പോൾ ആണെങ്കിലും താരിഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും അമേരിക്കയ്ക്ക് പല രാജ്യങ്ങൾക്ക് മേലും ഈ താരിഫും ഉപരോധവും ഒക്കെ ഏർപ്പെടുത്തി അവരെ അങ്ങ് വലച്ച് ഏതെങ്കിലും രീതിയിൽ വരിഞ്ഞു മുറുക്കി അവസാനം സമ്മർദ്ദം കൂട്ടൂല കേട്ടോ. ഈ സമ്മർദ്ദം കൂടി അവസാനം വലിച്ച് അടുപ്പിക്കുന്നത് ഇവരുടെ കരയ്ക്ക് തന്നെ അടുപ്പിക്കുന്ന ഒരു തന്ത്രമാണ്, ലൈനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് എല്ലാ കാലത്തും ലോകക്രമം ഒരുപോലെ ആയിരിക്കൂലല്ലോ. അപ്പൊ ആ ലോകക്രമം മാറി വരുന്നതിന്റെ ഭാഗമായിട്ട് പുതിയൊരു അച്ചുതണ്ട അമേരിക്കക്കെതിരെ തന്നെ, അതായത് CRIK, അതായത് ചൈന, റഷ്യ, ഇറാൻ, കൊറിയ, അതായത് ഉത്തര കൊറിയയാണ്. ഈ ഒരു അച്ചുതണ്ട് ലോകക്രമങ്ങളിലായിട്ട് രൂപപ്പെടുന്നുണ്ട് എന്നുള്ളത്. ഈ കൊറിയ അതിനകത്ത് എന്തായാലും ഉണ്ടാവും, അത് ഉറപ്പാണ്. അത് വരണല്ലോ. വമ്പന്മാരിൽ എന്ന് പറയുമ്പോൾ കൊറിയൻ പ്രസിഡന്റിന് അമേരിക്കൻ പ്രസിഡന്റിനോട് തിരിച്ചങ്ങോട്ടും ഈ പ്രായത്തിലും അല്ലെ ദേഷ്യമുണ്ട്. ദേഷ്യത്തിന്റെ അല്ല, ഏതാണ്ട് കിളിപോയ ഒരു ചങ്ങാതി എന്നൊക്കെ പറയാൻ പറ്റും. അവിടെ പോയിട്ട് ഈ നമ്മുടെ നാട്ടിലെ പറയണ മാധ്യമ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ അങ്ങ് പോയി പറയണം. അപ്പൊ പിന്നെ കിമ്മ തലയോ കയ്യോ എന്തെങ്കിലും വെട്ടി അങ്ങ് മാറ്റി അപ്പൊ ആ ഒരു രീതിയാണ്. അപ്പൊ ഈ ഒരു അച്ചുതണ്ട് രൂപപ്പെടാൻ വേണ്ടിയിട്ട് ഏതാണ്ട് ഒരു 40-ലധികം തവണ പുടിനും ഷിയും തമ്മിൽ കണ്ടിട്ടുണ്ട് എന്നാ പറയുന്നത്. 40 തവണയിലധികം പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അപ്പം ഒരുപക്ഷെ അത് 40 തവണ എന്ന് പറയുമ്പോൾ അതിന് മുമ്പുള്ള പ്രസിഡന്റുമായിട്ടാണോ ഇപ്പോൾ ഈ ഉള്ള പ്രസിഡന്റുമായിട്ടാണോ എന്നറിയില്ല. എന്തായാലും ഒരു 40 തവണ ഇവർ തമ്മിൽ കൂടിക്കാഴ്ച, ചില്ലറയല്ല. അപ്പൊ ആ ചില്ലറയല്ല എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ പറയണം. ആ ഒരു കൂട്ടായ്മ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് ഇവർ രണ്ടുപേരും കരുതുന്നുണ്ട് എന്നുള്ളത് കൊണ്ടുകൂടിയുള്ള, അതെ, വളരെ പ്രാധാന്യമുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ വീണ്ടും കാണണം, ചർച്ച ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കൊറിയയുടെ ആ ഒരു യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് അതിനുശേഷവും ചൈനയും റഷ്യയും തമ്മിലൊക്കെ അടുക്കുന്നുണ്ട്. 2014 ഇവർ തമ്മിലുള്ള അടുപ്പമൊക്കെ വളരാൻ തുടങ്ങിയത്, അതായത് ക്രിമിയ പിടിച്ചതിന് ശേഷം. അപ്പോൾ ആ സമയത്ത് ഉപരോധങ്ങൾ കൊണ്ട് റഷ്യ ആകെ പെട്ടുപോയൊരു സമയമുണ്ട്. ആ സമയത്ത് എന്താ പറയുക, റഷ്യയുടെ ഉറ്റമിത്രമായിട്ട് മാറുന്നത് ഈ പറയുന്ന പോലെ ചൈനയൊക്കെയാണ്. അപ്പോൾ 2013-ലും 2021-നും ഇടയിൽ റഷ്യ ചൈന വ്യാപാരം ഏതാണ്ട് 10-ൽ നിന്ന് 20% ഉയർന്നു എന്നുള്ളതാണ്. ആ ഉപരോധ സമയത്ത് റഷ്യക്ക് കൈത്താങ്ങായി നിന്നത് ചൈന കൂടിയാണ് എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. മാത്രമല്ല 2018, 2022 ഈ കാലഘട്ടത്തിനിടയിൽ ചൈന ഇറക്കുമതിയുടെ 83% കൊടുത്തിട്ടുള്ളത് റഷ്യയാണ് അതൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ യുക്രൈൻ സംഘർഷം ഉണ്ടായല്ലോ, റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം 3 വർഷമായിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്താണെങ്കിലും റഷ്യനെ സഹായിക്കാൻ എത്തിയതാരാണ്? ഈ പറയണ ഉത്തര കൊറിയയും ചൈനയും ഇറാനും തന്നെയാണ്. കമ്മ്യൂണിസം അവിടുത്തെ വേറെ ഇവിടുത്തെ വേറെ. ആ കമ്മ്യൂണിസം പറഞ്ഞിട്ടൊന്നും കളിക്കാൻ നിൽക്കണ്ട, അതൊന്നും അവിടെ പോവില്ല, അത് വേറെ വേ ആണത്. അപ്പോൾ 2023 റഷ്യക്ക് ചൈനീസ് വ്യാപാര കമ്പനികളിൽ നിന്ന്
14.5 മില്യൺ US ഡോളറിന്റെ ഡ്രോൺ കയറ്റുമതി ഉണ്ടായിട്ടുണ്ട്. യുക്രൈന് ഏതാണ്ട് 2 ലക്ഷം US ഡോളർ വിലമതിക്കുന്ന കയറ്റുമതിയും കൊടുത്തിട്ടുണ്ട്. 2011 അവിടെ ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ സിറിയയിലാണ്. സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ അധികാരത്തിൽ നിർത്താൻ വേണ്ടി ഇറാനും റഷ്യയും സഹകരിക്കുന്നുണ്ട്. അവിടെയും ഈ സഹകരണമൊക്കെ ഈ പറയുന്ന രാജ്യങ്ങൾ തമ്മിലാണ് എന്നുള്ളതാണ്. ചൈന, റഷ്യ, ഇറാൻ, ഉത്തര കൊറിയ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ US-ന്റെ ഉപരോധം, ആരെന്ത് പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ അപ്പം അവിടെ കൊണ്ടുവന്ന് ഉപരോധം കൊടുക്കും. ആ ഉപരോധം ആക്കിയിട്ട് നീയൊക്കെ പണ്ടാറടങ്ങട്ടെ എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് റഷ്യ എന്ത് ചെയ്തു? ഇറാനുമായിട്ട് പ്രധാനമായിട്ടുള്ള ഒരു ഊർജ കരാറിൽ ഒപ്പുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗമായിട്ടുള്ള ഊർജ കരാറുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമായിരിക്കും അവിടെ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് പോയിട്ട് എന്നാൽ നീ അങ്ങനെ അവനെ അങ്ങോട്ട് തളർത്താൻ നോക്കണ്ട, ഞങ്ങളുണ്ട് കൂട്ടിന് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ഒരു ഊർജ്ജ കരാർ ഉണ്ടാക്കുകയാണ്. ഈ ഊർജ്ജ കരാറെല്ലാം ഉണ്ടാക്കുമ്പോഴും അവർക്ക് പ്രതീക്ഷിച്ച പോലെ അമേരിക്കയ്ക്ക് ഈ സമ്മർദ്ദത്തിൽ അങ്ങോട്ട് ആക്കിയിട്ടൊരു വലിച്ചടുപ്പിക്കാനായിട്ട് പറ്റുന്നില്ല. അവിടെയും അമേരിക്കയ്ക്ക് എന്താ പറയാ, പണി പാളി, അങ്ങ് ഒത്തില്ല, നമ്മൾ പറയാം ഒത്തില്ല, അങ്ങോട്ട് എത്തിയില്ല. അപ്പോ പിന്നീട് ആയുധ വിതരണത്തിലും വിദേശ നിക്ഷേപത്തിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു എന്താ പറയാ ഒരു സഹകരണം അവർ തമ്മിൽ ടൈപ്പ് വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. 2022 ആദ്യത്തെ ആ ഒരു 10 മാസത്തിൽ ഇറാനിലേക്കുള്ള റഷ്യൻ കയറ്റുമതി 27% വർദ്ധിക്കുന്നുണ്ട്. 2020 മുതൽ ചൈന കൂടി ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങാൻ തുടങ്ങി. അപ്പൊ അവിടെ സമ്പന്നമായി എന്ന് പറഞ്ഞാൽ മതി, സമ്പന്നമായി. അപ്പൊ ഈ ഉപരോധം അത് പറയുമ്പോഴേ ഇതെന്താ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്ക ഈ പറയുന്ന രാജ്യങ്ങളിലെല്ലാം മേളിൽ ഓരോ തരത്തിലും ഉപരോധം വെക്കുകയാണ്. അപ്പൊ പരസ്പര സഹകരണേ കൂട്ടുക എന്നുള്ളതാണ്. അപ്പൊ പരസ്പര സഹകരണം വരുമ്പോഴാണ് ഈ പറയുന്ന വെല്ലുവിളി, ഇവരുടെ ഈ സമ്മർദ്ദം ഒന്നും നടക്കില്ലടൂ, നീ വല്ല പണി നോക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഈ രാജ്യങ്ങൾ പരസ്പരം സഹകരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയത്. ഒരാളിങ്ങനെ പണി വെക്കാനായിട്ട് കെണി വെക്കാനായിട്ട് നിൽക്കുമ്പോ ജീവിച്ചു പോകണം. ഇപ്പൊ റഷ്യയില് ഉപരോധം വന്നു കഴിഞ്ഞ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? അപ്പൊ അവിടെ നമുക്ക് ഒന്ന് സഹായമാണ്, 2 റഷ്യ ഓയിലിന് വില കുറച്ചു. അപ്പൊ ഇന്ത്യ കൂടി ഓയിൽ അവിടെ നിന്ന് വാങ്ങാൻ തുടങ്ങി. അപ്പൊ റഷ്യനെ സംബന്ധിച്ച് അതൊരു ടൈപ്പായല്ലോ. അതെ, നല്ലൊരു രീതിയിലേക്ക് അതുകൊണ്ട് അതെ ആ സമയത്തെ ഉണ്ട്. അപ്പൊ ഈ ഒരു വിഷയം കൂടി വന്നതുകൊണ്ട് അങ്ങനെ ഒരു ടൈപ്പ് അവിടെയുമായി. അപ്പൊ അപ്പോഴും അമേരിക്കക്ക് തിരിച്ചടിയാണ് ഇതൊന്ന്. അപ്പൊ ട്രംപ് മിക്കവാറും വിചാരിക്കണം, ഞാൻ ഈ പഠിച്ച മണി 18 നോക്കിയിട്ട് എന്റെ പൊന്നളിയാ ഇതൊന്നും എത്തുന്നില്ലല്ലോ എന്നുള്ളതാണ് അവരും വിചാരിക്കുന്നുണ്ടാവണത്. അപ്പൊ ഇത് 1980 മുതൽ ഉത്തര കൊറിയൻ മിസൈൽസ് ഇറാൻ വാങ്ങുന്നുണ്ട്. അവിടെ പക്ഷെ ഒരു ചെറിയ പണിയും കൂടി വരുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും വരെ ഉത്തര കൊറിയ മിസൈൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് വളരെ നല്ല ചങ്ങായിമാരാ. അത് ഇസ്രായേലിനുള്ള പണിയായിരിക്കും. കാരണം ഇസ്രായേലിനാണ് ഈ കിട്ടുന്ന സാധനം വെച്ചുള്ള അടി മുഴുവനും കിട്ടുന്നത്. അവരതിനെ പ്രതിരോധിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഉത്തര കൊറിയ ഇറാന് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വഴി ഇന്ന വഴി നീയും കൂടെ പിടിച്ചോ. അതെ, അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ഒരു എന്താ പറയാ, അത് അത്ര ഒരു നല്ല നമുക്ക് സുഖകരമായ ഏർപ്പാടെന്നൊന്നും പറയാൻ പറ്റില്ല. അതെ, പക്ഷെ അങ്ങനെ ഒരു കാര്യം കൂടി അവിടെ നടക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഈ ഗാസയിലെ ഹമാസിനൊക്കെ ഈ എലികളുടെ പോലെയാണല്ലോ, മാളങ്ങളിൽ ഒളിച്ചിരിക്കുകയാണല്ലോ ഗാസയില്. അപ്പൊ ആ ഈ ഗാസയില് ഈ ഒരു തുരങ്കം ഉണ്ടാക്കാനായിട്ട് ചൈനീസ് ടെക്നോളജിയാണ് അത്രേ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനും ചൈനയുടെ സഹായമുണ്ട്. അപ്പൊ ഇറാനെ സഹായിക്കാൻ എന്നുള്ളത്, അല്ലെങ്കിൽ പലസ്തീൻ ആ ഒരു ബോർഡറിലുള്ള ഫോഴ്സിനെ സഹായിക്കാൻ എന്നുള്ള രീതിയിലായിരിക്കാം ഇവർ കൊടുക്കുന്നുണ്ടാവുക. ഫലത്തിൽ അത് തിരിച്ചടി കിട്ടുന്നത് ഇസ്രായേലിനാണ്. അത് കിട്ടുന്നത് തിരിച്ചു കൊടുക്കാനായിട്ട് അറിയാം. അതെ, ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് കൊടുക്കാൻ അവർക്കറിയാം. അപ്പൊ പിന്നെ അതെ, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 2024 മാർച്ചിൽ ജപ്പാനിലെ ഓഖോത്സ്ക് എന്ന് പറയുന്ന കടലുണ്ട്. ആ കടലിലും കിഴക്കൻ ചൈന കടലിലും ഒക്കെ ആയിട്ട് റഷ്യ, ചൈന, ഉത്തര കൊറിയയുടെയൊക്കെ ഈ ത്രികക്ഷി
നാവികാഭ്യാസമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ഈ പറയുന്ന അമേരിക്കയ്ക്കൊക്കെ വരാൻ പോകുന്നത് ഈ പറയുന്ന CRIK ആ ഒരു രാജ്യങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഈ കൂട്ടായിട്ടുള്ള ആണവായുധ ശേഖരങ്ങളുള്ള രാജ്യങ്ങൾ കൂടിയാണ് ഇത്. അപ്പോൾ ആണവായുധങ്ങളുടെ എണ്ണം കൂടും. അത് ഇവർക്ക് വലിയൊരു തലവേദന കൂടിയാണ്. ഇനിയിപ്പോ അങ്ങോട്ട് എണ്ണം കൂടും. നേരത്തെ ഇറാനെ നേരത്തെ അടിച്ചിടാൻ പോയതല്ലേ? അതെ. അപ്പൊ US-നേക്കാൾ ഇരട്ടിയിലധികം വലുതായിരിക്കും എന്നുള്ളതാണ് ഈ ആണവ ശേഖരം. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനും പറ്റുമല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും എന്റെ കയ്യിലെ തീർന്നു, ഒരു അടിയുണ്ടാവുമ്പോ എന്റെ കയ്യിലെ തീർന്നു, എന്നാ നീ ഇന്ന് പിടിച്ചോടാ അടിച്ചോടാ എന്ന് പറഞ്ഞാലും ഇതൊന്നും ഇല്ല. ഈ ആണവായുധം ഒറ്റത്തവണ പ്രയോഗിച്ചാൽ മതി, പിന്നെ അവിടെ നശിഞ്ഞു. അതെ. അപ്പൊ ഈ രാജ്യങ്ങൾ കൂടി അമേരിക്കക്കെതിരെ വരുന്നുണ്ട്. അമേരിക്കയ്ക്ക് ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ വിവരം കിട്ടാതെ ഒന്നുമല്ല. അതിനെതിരെ അവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഇനി വരുന്ന ആളുകളിൽ തന്നെ നമുക്ക് നോക്കി കാണേണ്ടി വരും.